സ്വരാജ് എന്ന ഇടതു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ജന്മദേശത്തിൽ പിന്നോട്ട് പോയി എന്ന രാഷ്ട്രീയ ചിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ അടുത്ത റൗണ്ട് നിർണായകമാണ്. പൂർണ്ണമായും പോത്തുകല്ല് കൗണ്ട് ചെയ്യപ്പെടുന്ന 9ാം റൗണ്ടിലും ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ സ്വരാജിനെ ജന്മദേശവും കൈവിട്ടു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പോത്തുകല്ല് രാഷ്ട്രീയം പറയുന്നു, പോത്തുകല്ല് കൗണ്ട് ചെയ്യപ്പെടുകയാണ്. എന്തായാലും നിർണായകമായ ഘട്ടത്തിലൂടെ കൗണ്ടിംഗ് കടന്നു പോകുമ്പോൾ പോത്തുകല്ലിന്റെ ഈ കൗണ്ടിംഗ് നിർണായകമാണ്. ഇടതുപക്ഷത്തിന് എന്തെങ്കിലും അവശേഷിക്കുന്ന പ്രതീക്ഷ വരുന്ന പഞ്ചായത്തുകളിലാണ്. സ്വദേശവും സ്വരാജിനെ ചുങ്കത്തറയും നിലമ്പൂരും ചുങ്കത്തറയിൽ 34 ബൂത്തുകൾ, അത് 12 റൗണ്ട് കഴിയുമ്പോൾ ചുങ്കത്തറ എണ്ണി കഴിയും. അവിടെ നമുക്കറിയാം ചുങ്കത്തറയിൽ കഴിഞ്ഞ തവണ LDFന് UDFന് 300 വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകിയ ഒരു മണ്ഡലമാണ് ചുങ്കത്തറ. അതേസമയം നിലമ്പൂർ നഗരസഭയിലേക്ക് വരുമ്പോഴാണ് അല്പം പ്രതീക്ഷ LDFന് ബാക്കിയുള്ളത്. 1500 മുകളിൽ ഭൂരിപക്ഷം 2021 നൽകിയ ഒരു മണ്ഡലം, ഒരു നഗരസഭ കൂടിയാണ് അത്. അവിടെ ഭരിക്കുന്നത് LDF ആണ്. അവിടെയും പുറകോട്ട് പോയാൽ പിന്നെ ഷൗക്കത്തിന് പിന്നോട്ട് നോക്കേണ്ടി വരില്ല. ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും, ഷൗക്കത്ത് വിജയം ഉറപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച മട്ടിലാണ് UDF പ്രവർത്തകരുടെ ആഹ്ലാദം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ പതാകകൾ നിലമ്പൂരിന്റെ മണ്ണിൽ ഇങ്ങനെ ഉദിച്ചുയരുന്ന സാഹചര്യം നമുക്ക് കാണാം. വലിയ മുദ്രാവാക്യം വിളികൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇനി മുന്നേറ്റം തുടരുമോ എന്ന കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതുണ്ടായേക്കാം എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. LDF പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാകുന്നില്ല. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ ചോരുന്നു. അതിപ്പോൾ അൻവർ കൊണ്ടുപോയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വളരെ കൃത്യമായ കണക്കെടുപ്പുകൾ വേണ്ടിവരും. അൻവർ എഫക്ട് എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നു. 20,000 വോട്ടുകൾ അൻവർ പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. 19 റൗണ്ടുകൾ പിന്നിടുമ്പോൾ 20,000 വോട്ടുകളിലേക്ക് അൻവർ എത്തിയാൽ അത്ഭുതപ്പെടേണ്ട. അത് LDFന്റെയും UDFന്റെയും കോട്ടക്കൊത്തളങ്ങളിൽ കടന്നു കയറിയാണ് അൻവർ ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. 6037 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യം. 6037 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ഈ 8 റൗണ്ട് കഴിയുമ്പോൾ മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായിട്ട് പോലും ഇത്രയേറെ ലീഡ് ഉണ്ടായ, കഴിഞ്ഞ തവണ ഇത്രയും ലീഡ് ഉയർത്തിയ സ്ഥലത്ത് പോലും എന്തുകൊണ്ട് പോത്തുകല്ലിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ ഒരു മാർജിൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? വഴിക്കടവും മൂത്തേടവും പ്രവചിച്ചതുപോലെ UDFനൊപ്പം നിന്നു. പക്ഷേ എന്തുകൊണ്ട് പോത്തുകല്ല് തൊട്ട് LDFന് മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. ലീഡ് നില കുറയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പോത്തുകല്ല് എണ്ണിയപ്പോൾ തൊട്ട് ലീഡ് നില കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വരാനുള്ളത് നിലമ്പൂർ നഗരസഭയാണ്. നിലമ്പൂർ നഗരസഭയിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട് LDFന്. പക്ഷേ അതുപോലും ഭരണവിരുദ്ധ വികാരം പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. ജന്മദേശം സ്വരാജിനെ പൂർണ്ണമായും കൈവിട്ടു എന്ന് പറയാൻ വയ്യ. പോത്തുകല്ലിന്റെ പൂർണ്ണമായ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വരാജ് ലീഡ് നേടി എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരണം വരണം, കൃത്യമായ കണക്ക് വരണം. അതായത് 9ാം റൗണ്ടിന്റെ ചിത്രമാവണം അത്. അതായത് പോത്തുകല്ല് കൗണ്ട് ചെയ്ത് പൂർത്തിയാവുന്ന 9ാം റൗണ്ടിൽ ഒരു പക്ഷേ സ്വരാജ് പോത്തുകല്ലിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ലീഡ് നേടി എന്ന ചിത്രമാണ് നമുക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഷൗക്കത്തിന്റെ ലീഡ് നില ഇനിയും കുറയും. 5428 ലീഡ് കുറഞ്ഞു എന്ന കണക്കുണ്ട്. നമുക്ക് ആ കണക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും പോത്തുകല്ലിന് ചെറിയ ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വരാജിന്. അതിൽ ഒരു വ്യക്തത പറയണം. 9ാം റൗണ്ടിൽ നിർണായകമായിരുന്നു. സ്വരാജ് ഈ റൗണ്ടിൽ ലീഡ് പിടിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന്റെ ചിത്രത്തിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപക്ഷെ അനുമോദനം നമുക്ക് വേഗത്തിൽ അപ്ഡേഷൻ തരാൻ കഴിഞ്ഞേക്കുമെന്ന് കരുതുന്നു. നമുക്ക് അപ്ഡേഷൻ വേണ്ടി വരും. ഈ റൗണ്ടിൽ 9ാം റൗണ്ട് നിർണായകമാണ്. 9ാം റൗണ്ടിൽ മറ്റൊരു രാഷ്ട്രീയം പോത്തുകല്ലിൽ നിന്നുണ്ടാകുന്നു എന്ന സൂചന കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ സ്വരാജിന് അവിടെ ഇടതുപക്ഷത്തിന് വോട്ടുകൾ നിലനിർത്താൻ കഴിയുന്നുണ്ടോ? കണക്കുകൾ പരിശോധിക്കണം. കൃത്യമായും എനിക്ക് തോന്നുന്നു ഇനി കണക്ക് വരാനുണ്ടല്ലോ. 1900 ആദ്യമായി സ്വരാജിൽ ലീഡ് നേടിക്കൊടുക്കുന്ന ഒരു റൗണ്ടായി അത് മാറുകയാണ്. അതല്ലെങ്കിൽ വലിയ ചോദ്യത്തിലേക്കാണ് കടക്കുക. ഇടതുപക്ഷത്തിന് വലിയ ചോദ്യത്തിലേക്ക് കടക്കേണ്ടി വരും. അൻവർ വോട്ട് പിടിച്ചു. പോത്തുകല്ലിൽ ഈ വോട്ട് ചോർച്ച ഉണ്ടാക്കിയത് അൻവറാണ് എന്ന രീതിയിലേക്ക് പോകും. അത് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ലീഡ് ഉയർത്തിയേ പറ്റൂ. വിജയം പരാജയം ഒക്കെ ഇനി അടുത്ത കാര്യമാണ്. പക്ഷേ പോത്തുകല്ലിൽ എന്തുകൊണ്ട് ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? പക്ഷേ സൈത്ത് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സൈത്ത് ഈ ഫൈനൽ കണക്ക് 5960 എന്നുള്ളതിൽ ഇനിയും ഒരു അപ്ഡേഷൻ വരാനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്ഡേഷൻ ഉടൻ നമുക്ക് നൽകാൻ കഴിയുമെന്ന് കരുതുന്നു. സ്വരാജ് ഈ പോത്തുകല്ലിന്റെ അവസാന റൗണ്ടിൽ 9ാം റൗണ്ടിൽ ലീഡ് നേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സ്ഥിരീകരണം വരണം. എന്തായാലും അങ്ങനെയെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അവരുടെ പരമ്പരാഗത മേഖലയിൽ കാര്യമായ നഷ്ടമില്ലാതെ നിലനിർത്താൻ കഴിഞ്ഞു. എങ്ങനെയാണ് പഞ്ചായത്താണ് അവിടെ. അനുമോദം, എന്താണ് പോത്തുകല്ലിൽ സംഭവിക്കുന്നത്? പോത്തുകല്ലിലെ ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ UDFനാണ് അവിടെ മേധാവിത്വം. അതായത് ആദ്യത്തെ റൗണ്ടിൽ 837 വോട്ടിന്റെ ലീഡ് UDF നേടി എന്നുള്ളതാണ്. പോത്തുകല്ല് 2 റൗണ്ടായിട്ടാണ് പോത്തുകല്ല് പൂർത്തിയാവുന്നത്. 2ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ 8ാം റൗണ്ടിലാണ് UDFന്റെ മുന്നേറ്റം ഉണ്ടായത്. അതെ, 8ാം റൗണ്ടിലാണ് പോത്തുകല്ലിലെ ആദ്യ ഭാഗത്ത്. പോത്തുകല്ലിന്റെ
ആദ്യ ഭാഗത്താണ് ഇപ്പോൾ UDF മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അതായത് മുണ്ടേരി, അതേപോലെ തന്നെ വെളുമ്പിയമ്പാടം തുടങ്ങിയ മേഖലകളിലാണ് UDF മുന്നേറ്റം. അതൊക്കെ UDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മേഖലകൾ തന്നെയാണ് എന്ന് വേണം കണക്കാക്കാൻ. രണ്ടാമതായിട്ട് വരുന്നതാണ് ഇനി LDF മേഖലകൾ. അവിടെ സ്വാഭാവികമായിട്ടും LDF ലീഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് ഞെട്ടിക്കുളവും അതുപോലെ ഉപ്പട, അതേപോലെ സ്വരാജിന്റെ സ്വന്തം നാടായിട്ടുള്ള പാതാറും ഇരുട്ടുകുത്തിയൊക്കെ വരുന്നത് രണ്ടാം റൗണ്ടിലാണ്. റൗണ്ട് 9 എത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് LDF ലീഡ് നേടാൻ സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ. അതായത് ഈ അൻവർ വലിയ വോട്ട് ഇടത് പാളയത്തിൽ നിന്ന് ചോർത്തിയിട്ടില്ല എന്നുള്ളൊരു വാദം ഉയർത്താൻ കഴിയും പോത്തുകല്ല് മുന്നിൽ വെച്ചിട്ട് ഇടതുപക്ഷത്തിന്, അല്ലേ? ഒരുപക്ഷെ ഈ പോത്തുകല്ലിന്റെ ആദ്യ പാദത്തിൽ UDF ലീഡ് നേടാനുള്ള കാരണം അൻവർ നേടിയ വോട്ടുകളാണോ എന്ന് അറിയേണ്ടതുണ്ട്. അൻവർ പോത്തുകല്ലിൽ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും UDF അവിടെ ലീഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അൻവർ നേടുന്ന വോട്ടുകൾ പോത്തുകല്ലിൽ UDF സഹായിക്കുക. അതുകൊണ്ട് തന്നെ 9ാം റൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരേക്കും LDF ഈ ഒരു കൗണ്ടിങ്ങിൽ ഇതുവരെ ലീഡ് നേടിയിട്ടില്ല. 9ാം റൗണ്ടിൽ LDF ലീഡ് നേടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അനുമോദം, മറ്റൊരു കാര്യം, ഇപ്പൊ ഈ UDF പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പഠനം എല്ലായിടത്തും കാണാം. എന്താണ് അവരേതാണ്ട് ഉറപ്പിച്ച മട്ടാണല്ലേ? അൻവർ എന്തോ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അല്ലെ? അൻവറിന്റെ വീട്ടിൽ വലിയ ആഘോഷത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. കാരണം ഞങ്ങൾ 10,000-ൽ പരം വോട്ടുകൾ പിടിച്ചു. അൻവറിനെ സംബന്ധിച്ച് ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട്. സമയത്തിനകം അൻവർ ഈ പറഞ്ഞ പോലെ 20,000 വോട്ടാണ് പിടിച്ചതെങ്കിൽ പോലും അൻവറിന് അത് വലിയ രീതിയിൽ അഭിമാനിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, അംഗീകരിക്കാതെ തരമില്ലല്ലോ അൻവറിനെ. അൻവർ സ്വാഭാവികമായി ആഘോഷിക്കും. കാരണം 10% വോട്ടുകൾ അൻവർ ഓരോ റൗണ്ടിലും നേടിയിട്ടുണ്ട് എന്നുള്ള അത്ഭുതകരമായ ഒരു കാര്യം കൂടിയാണ്. അമ്പരപ്പിക്കുകയാണ് അൻവർ. അമ്പമ്പോ അൻവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളൊക്കെ വിചാരിച്ചത് ഒരു 10,000-15,000 വോട്ടിനകത്ത് അൻവർ ആകെ പിടിച്ചേക്കും പക്ഷരുടെ വ്യക്തിബന്ധങ്ങൾ കൊണ്ട്. പക്ഷേ അത് 20,000-ലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല. വളരെ കൃത്യമായി 10% വോട്ടുകൾ ഓരോ റൗണ്ടിലും നേടിയാണ് അൻവർ മുന്നേറുന്നത്. അത് LDF-ന്റെയും UDF-ന്റെയും വോട്ടുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് തന്നെയാണ് അത്. അൻവർ വോട്ട് നേടുന്ന ഒരു സാഹചര്യം കൂടി നമ്മോടൊപ്പം ചേർത്ത് വെക്കണം. ഇനിയും ഓരോ നിമിഷവും അൻവറിന്റെ വീട്ടിൽ പോലും ആഘോഷമുണ്ടാകും. അൻവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നൽകണം. അൻവറിന്റെ വീട്ടിലും ആഘോഷമുണ്ടാകും. LDF UDF കേന്ദ്രങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. UDF കേന്ദ്രം ആഘോഷിക്കുന്നത് വളരെ നിർണായകമായ കാര്യമാണ്. അത് അവർ വിജയം ഉറപ്പിച്ച മട്ടാണ്. അതിനുശേഷമാണ് അവർ ഇപ്പോൾ അൻവറും ആഘോഷത്തിന് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 9ാം റൗണ്ട് കഴിഞ്ഞ് 10ാം റൗണ്ടിലേക്ക് ഒരുപക്ഷെ പോത്തുകല്ല് കഴിഞ്ഞ് 10ാം റൗണ്ടിൽ ചുങ്കത്തറയിലേക്ക് ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്.